എല്ലാവർക്കും നമസ്കാരം. കരുനാഗപ്പള്ളി ഗവൺമെൻറ് മോഡൽ HSSലെ മലയാളം ക്ലബ് സംഘടിപ്പിച്ച കേരളപ്പിറവി ദിനാഘോഷത്തിൻ്റെ 3ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ, പൊന്നണിഞ്ഞ വയലുകളും, കടലല ഉമ്മ വയ്ക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. അധ്യാപകർക്കും പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജയവൈത്. ഇന്ന് കേരളപ്പിറവി, നവംബർ 1 കേരളപ്പിറവി. ഇന്ന് കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 64 വർഷങ്ങൾക്ക് മുമ്പ് 1956 നവംബർ 1 നമ്മുടെ സംസ്ഥാനമായ കേരളം രൂപീകൃതമായത്. ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചത്. തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ, മലബാർ എന്നീ 3 നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചത്. ആദ്യം 5 ജില്ലകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് 14 ജില്ലകളായി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡുമാണ്. കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലുമാണ് നമ്മുടെ അതിരി. കേരളമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും. ഈ 64 വർഷങ്ങൾക്കിടെ കേരളം ഒരുപാട് വികസനങ്ങൾ പ്രാപിച്ചു. ഭരണ നിർവഹണത്തിലും നമ്മളെ ഇപ്പോൾ പിടിപെട്ടിരിക്കുന്ന കോവിഡ് മഹാമാരി നിയന്ത്രിക്കുന്ന കാര്യത്തിലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കേരളത്തിന് ഒരു ഉജ്ജ്വല പ്രശംസ കിട്ടി. നമ്മുടെ അന്താരാഷ്ട്ര സംഘടനയായ UN നമ്മുടെ കേരളത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ പേരെടുത്ത് അംഗീകരിച്ചിരുന്നു. ടൂറിസം, പരിസ്ഥിതി സംരക്ഷണം, വനനശീകരണത്തിനെതിരെ സംരക്ഷണം, വനനശീകരണത്തിനുള്ള നിയന്ത്രണങ്ങൾ എന്നീ കാര്യത്തിലും കേരളം ഒട്ടുപിന്നിലല്ല. ഇനിയും ഒരുപാട് കേരളം വികസിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. നന്ദി. അടുത്തതായി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത് നമ്മുടെ സ്കൂളിന് അഭിമാനമായി മാറിയ അതിഥി SNLന്റെ ഒരു നൃത്തം കാണാം. മഹാമാരിക്കിടയിൽ തളർന്നു നിന്ന കുട്ടികളായ ഞങ്ങളെ ഊർജ്ജസ്വലരാക്കി ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും നന്ദി. അതുപോലെ ഈ ആഘോഷം ഒരു ഉത്സവമാക്കി മാറ്റിയ എല്ലാ പ്രിയ കൂട്ടുകാർക്കും 1000 നന്ദി.